ആകെ കാരുണ്യമായി ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വിശ്വാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ വിയോഗവാർത്ത. പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നാനാദിക്കുകളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തി. വിശ്വാസികളുടെ മനസ്സിനേറ്റ വലിയ പ്രഹരം തന്നെയായിരുന്നു ആ വാർത്ത. എല്ലാവരും വ്യസനത്തോടെ ആയിഷ ബീവിയുടെ വീടിനടുത്ത് തടിച്ചുകൂടി. പ്രവാചകന്റെ വിയോഗവാർത്ത കേട്ട് ഓടിക്കിതച്ചെത്തിയ അബൂബക്കർ നേരെ ചെന്നത് ആയിഷയുടെ വീട്ടിലേക്കാണ്. തിരുശരീരം അവിടെയാണ് ചലനമറ്റ് കിടക്കുന്നത്. ഒരു തുണി കൊണ്ട് മൂടിപ്പുതച്ച് അല്പം നീക്കി മുത്തം കൊടുത്ത് അബൂബക്കർ ഗദ്ഗത കണ്ഠനായി. താങ്കൾ അനുഭവിച്ചത് അല്ലാഹു വിധിച്ച മരണമാണ്. അതിൽ നിന്നും ആർക്കും തന്നെ മുക്തരാവാൻ കഴിയില്ല, താങ്കൾ അടക്കം. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്കെന്താ മിണ്ടാതിരുന്നുകൂടെ? റസൂലുള്ള മരിച്ചുവെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും. നിർത്തൂ ഉമർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവർ പറയുന്നത് താങ്കൾ കേട്ടില്ലേ അബൂബക്കർ? ഇവരെല്ലാം കപടവിശ്വാസികളായിരിക്കുന്നു. ജനങ്ങളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എല്ലാ ദാസന്മാരുടെയും ഉടമയായ അല്ലാഹുവിന് സ്തുതി. പ്രിയ ജനങ്ങളെ, നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ മുഹമ്മദ് ഇന്നില്ല. അതല്ല, അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അല്ലാഹു അനശ്വരനും അതുല്യനും മരണമില്ലാത്തവനുമാണ്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയോ? അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിനെ ദ്രോഹിക്കാനാവില്ല. കൃതജ്ഞത കാണിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. ജനങ്ങളെ രക്ഷിക്കൂ ഉമർ. മുസ്ലിങ്ങളുടെ പൊതുനന്മയ്ക്ക് കോട്ടം തട്ടാതിരിക്കട്ടെ. എന്താ കാര്യം പറ. ബനു സയ്യിദയുടെ പന്തലിൽ അൻസാരികളും അവരുടെ നേതാക്കളും കൂടിയിട്ടുണ്ട്. റസൂലിന്റെ പിൻഗാമിയെ നിശ്ചയിക്കാനാണ് അവർ അവിടെ കൂടിയത്. സഅദ് ഇബ്നു ഉബാദയെ നേതാവാക്കാനാണ് അവരുടെ തീരുമാനമെന്ന് തോന്നുന്നു.